മിറക്കിൾ മാൻ, ഷോൺ ജോർജിന്റെ യഥാർത്ഥ കഥ. ഒരു മണിക്കൂറിലധികം ക്ലിനിക്കൽ മരണത്തിന് വിധേയനായി ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന ഓസ്ട്രേലിയൻ ഡോക്ടറായ ഷോൺ ജോർജിന്റെ ശ്രദ്ധേയമായ യഥാർത്ഥ കഥയാണ് മിറക്കിൾ മാൻ പറയുന്നത്. ദൈവിക ഇടപെടലിന്റെ ഫലമായാണ് അദ്ദേഹം ഈ സംഭവത്തെ വിശേഷിപ്പിക്കുന്നത്. 2008 ഒക്ടോബർ 24 പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ കൽഗൂർലിയിലൂടെ വാഹനമോടിക്കുന്നതിനിടെ ജോർജ് പെട്ടെന്ന് ഒരു വലിയ ഹൃദയാഘാതം അനുഭവിച്ചു. അദ്ദേഹം ഒറ്റയ്ക്ക് വാഹനം നിർത്തിക്കുഴഞ്ഞു വീണു. സഹായം എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഹൃദയം പൂർണ്ണമായും നിലച്ചിരുന്നു. ഒരു മണിക്കൂറിലധികം തുടർച്ചയായ സിപിആർ, ആവർത്തിച്ചുള്ള ഡീഫിബ്രില്ലേഷൻ ഷോക്കുകൾ, നൂതന വൈദ്യചികിത്സ എന്നിവയുൾപ്പെടെയുള്ള സഹപ്രവർത്തകരുടെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നിട്ടും ജീവിതത്തിന്റെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഹൃദയമിടിപ്പ് ഇല്ലാതെ 60 മിനിറ്റിനു ശേഷം ജോർജിനെ ക്ലിനിക്കൽ മരിച്ചതായി പ്രഖ്യാപിച്ചു. എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ സഹഡോക്ടറായ അദ്ദേഹത്തിന്റെ ഭാര്യ അരികിൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം പെട്ടെന്ന് വീണ്ടും മിടിക്കാൻ തുടങ്ങി. അതിലും അത്ഭുതകരമായി, ഇത്രയും കാലം ഓക്സിജൻ ഇല്ലാതെ കഴിഞ്ഞിട്ടും ജോർജ് ഒടുവിൽ തലച്ചോറിൻ കേടുപാടുകൾ കൂടാതെ പൂർണ്ണമായി സുഖം പ്രാപിച്ചു. വൈദ്യശാസ്ത്രപരമായി അസാധ്യമായി കണക്കാക്കപ്പെടുന്ന ഒന്ന്. പിന്നീട് അദ്ദേഹം ആ അനുഭവത്തെ ഒരു അത്ഭുതമായി വിശേഷിപ്പിച്ചു. അതിനുശേഷം തന്റെ ജീവിതം ലോകവുമായി തന്റെ സാക്ഷ്യം പങ്കിടുന്നതിനായി സമർപ്പിച്ചു. അദ്ദേഹത്തിന്റെ കഥ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ ആകർഷിച്ചു, വൈദ്യശാസ്ത്ര യുക്തിയെ വെല്ലുവിളിക്കുകയും പലർക്കും വിശ്വാസം വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തു. മിറക്കിൾ മാൻ ഒരു വൈദ്യശാസ്ത്രപരമായ അപാകതയേക്കാൾ കൂടുതലാണ്. അത് പ്രത്യാശയുടെയും പ്രാർത്ഥനയുടെയും വിശ്വാസത്തിന്റെ വിശദീകരിക്കാനാകാത്ത ശക്തിയുടെയും ശക്തമായ ഒരു ആഖ്യാനമാണ്. ശാസ്ത്രീയ അസാധ്യതകൾക്കിടയിലും അത്ഭുതങ്ങളിൽ വിശ്വസിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഷോൺ ജോർജിന്റെ അനുഭവം ജീവിതത്തിന്റെ എല്ലാ തുറകളിലുമുള്ള ആളുകളെ പ്രചോദിപ്പിക്കുന്നു.